നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചതിച്ചു, കുടുംബം നശിച്ചു. എന്താ എന്താ നീ പറയുന്നേ? ശാലിനിയെ കാണാനില്ലെന്ന് പറഞ്ഞ് പപ്പി പരാതി കൊടുത്തിരിക്കുക. എത്രയും പെട്ടെന്ന് ചെന്ന് അവളെ കൂട്ടിക്കൊണ്ടുവരാൻ. വിഷ്ണു, പെട്ടെന്ന് റെഡിയാവ്, നമുക്ക് അവിടം വരെ ഒന്ന് പോണം. വിഷ്ണു, ഇങ്ങ് വാ, ഇതിൽ സംസാരിക്കാനുണ്ട്. നീ നിരാഹാരത്തിലാണെന്ന് നിന്റെ അമ്മ പറഞ്ഞു. എടാ, അവനവന്റെ ശരീരത്തിനോടാണോ മറ്റുള്ളവരോടുള്ള ദേഷ്യം തീർക്കുന്നത്? ആരോഗ്യം പോയാൽ ആയുസും പോവും, അതൊന്നും മറക്കരുത് നീ. 100 വർഷം ജീവിക്കണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല അച്ഛാ. എന്തിനെ 100 ദിവസം കൂടി വേണമെന്നില്ലല്ലോ. എടാ മോനെ, അങ്ങനൊന്നും പറയാതടാ. എനിക്ക് നിന്റെ മനസ്സ് കാണാം. നിന്റെ അമ്മയ്ക്ക് അത് കാണാനുള്ള കഴിവില്ലാതെ പോയി. അല്ലെങ്കിൽ അവൾക്ക് എങ്ങനെ പറയാൻ കഴിയുന്നു നിന്നോട് ശാലിനെ മറക്കണമെന്ന്? രാഘവേട്ട, ഓ, അപ്പൊ ഞാനില്ലാത്തപ്പോ ഇതാണല്ലേ രാഘവേട്ടന്റെ ജോലി, എന്റെ മോന്റെ മനസ്സ് കലക്കല്. നിന്റെ മോനോ? നിന്റെ മാത്രമല്ല, എൻ്റെ കൂടി മോനാ വിഷ്ണു. പിന്നെ ഇവന്റെ മനസ്സ് കലക്കുന്നതേ ഞാനല്ല, നീയാ. രാഘവേട്ട, എങ്ങനെ ഇവൻ ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണമെന്ന് ശപഥം ചെയ്ത് കിടക്കുന്ന എന്നെ കുറ്റം പറയാനാണോ രാഘവേട്ടന് തിടുക്കം? ഓ, എങ്ങനെയും ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ നോക്കല്ലേ ഭാമേ. തല്ലിപ്പൊഴിപ്പിച്ചാലേ ഒരു ഫലവും മധുരിക്കില്ല, അരുചിയേ ഉണ്ടാവൂ. ജീവിതത്തിന്റെ കാര്യത്തിലും അതാ സത്യം. എനിക്ക് ആ തത്വം ഒന്നും കേൾക്കണ്ട. വിഷ്ണുവിന്റെ ജീവിതം ഞാൻ പറഞ്ഞ കരയിലെ നങ്കൂരം ഇടും, അത് അവിടെ തന്നെ നങ്കൂരം ഇട്ടാ മതി. അതെന്റെ തീരുമാനമാ. തീരുമാനമല്ല, ദുർവാശി എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ നീ ശാലിനെ പോലെ നല്ല പെൺകുട്ടി ഇവന്റെ ജീവിതം നടത്തി മാറ്റുമോ? ഒരു ശാലിനി അവള് വല്ല കൈവശം തന്നിട്ടുണ്ടോ നിങ്ങൾക്ക്? 6 വർഷമായി ഞാൻ ഈ ജപം കേട്ടോണ്ടിരിക്കുക. നന്മയുള്ളവരുടെ പേരെ മറ്റുള്ളവർ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അത് കാണുന്നവർക്കും നല്ല മനസ്സോടെ കേൾക്കുന്നവർക്കും അതൊരു ആശ്വാസമാണ്, സാന്ത്വനമാണ്. എനിക്ക് കേൾക്കണ്ട അവളുടെ പേര് പോലും. ഹലോ ഹലോ, ഞാനാ ACP ചന്ദ്രബോസ്. ഓ, ചന്ദ്രബോസ് എന്ന് മാത്രം പറഞ്ഞാലും എനിക്ക് മനസ്സിലാവും. ആ പറഞ്ഞതിന് പിന്നിലുള്ള അസൂയ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അസൂയയോ? എനിക്കോ? നല്ല കണ്ടുപിടുത്തം. അസൂയല്ല, ഇവന് എന്താണ് സത്യഭാമ? ഞാൻ വെറും ചന്ദ്രബോസ് ആണെന്ന് പറഞ്ഞാൽ ACP ആണെന്ന് അംഗീകരിക്കാൻ നിങ്ങൾക്ക് മടിയാണെന്നല്ലേ അതിന്റെ അർത്ഥം? അതെന്തെങ്കിലും ആവട്ടെ, എന്തിനെ വിളിച്ചെന്ന് പറ. ശരി ശരി, സംസാരിച്ച് മുഷിയാൻ എനിക്കും താല്പര്യമില്ല. നിങ്ങളെ തറവാട്ടിൽ നിന്നൊരു പരാതി കിട്ടിയിട്ടുണ്ട്. പരാതിയോ? ഇവിടെ നിന്നോ? ആര് തന്നു പരാതി? അല്ല, എന്താ പരാതി? അവിടുത്തെ വിഷ്ണുവിന്റെ ഭാര്യയെ കാണാനില്ല എന്ന്. അവളുടെ ചെറുപ്പത്തിലൊരു ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപയോഗിച്ച് ചിത്രകാരൻ ഇപ്പോഴത്തെ അവളുടെ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. ആ പെണ്ണിനെ പോലീസ് എത്രയും വേഗം കണ്ടുപിടിക്കണമെന്നാണ് പരാതിക്കാരുടെ ആവശ്യം. എന്താ ഭാമേ? ആ ശാലിനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് ഏതോ പരാതി ചെന്നിട്ടുണ്ടെന്ന്. ആ പറ. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്?
നിങ്ങളുടെ കാര്യം നിങ്ങൾ ചെയ്യുക. എനിക്കൊന്നും പറയാനില്ല അതിന്. എങ്കിൽ പിന്നെ പരാതി അനുസരിച്ച് മുമ്പോട്ട് പോയേക്കാം. ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ ചന്ദ്രബോസ് അവളെ പൊക്കിയിരിക്കും, ശാലിനിയെ. നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവുമെന്ന് എനിക്കറിയാം. എന്നാലും തനിക്ക് തന്റെ ജോലി ചെയ്തല്ലേ പറ്റൂ. അങ്ങനെ ചോദിച്ചാൽ എനിക്കത്ര നിർബന്ധമൊന്നുമില്ല. മനസ്സിലായില്ല. പരാതിക്കാരി അവിടുത്തെ അടുത്ത ബന്ധുവാ. അതാരാ? അവളെ വന്ന് കൂട്ടിക്കൊണ്ടു പോയാൽ തൽക്കാലം ഞാൻ ഈ പരാതിന്മേലുള്ള അന്വേഷണം നിർത്തിച്ചേക്കാം. ആരാ ഈ വീടിനോട് അത്രയ്ക്ക് വൈരാഗ്യമുള്ള ആ പരാതിക്കാരി? വേറെ ആരുമല്ല, നിങ്ങളെ കൊച്ചുമോളാ പത്മിനി. പത്മിനി? എന്താ അനാവശ്യ താനീ പറയുന്നത്? പപ്പി ഒന്ന് പരാതി പറഞ്ഞെന്നോ? ആ പപ്പി ആവശ്യം അനാവശ്യം അതൊന്നും എനിക്കറിയില്ല. ഇപ്പൊ വന്നാ തൂക്കിക്കൊണ്ട് പോവാ. ആ ശരി. ചതിച്ചു, കുടുംബം നശിച്ചു. എന്താ എന്താ നീ പറയുന്നേ? ശാലിനിയെ കാണാനില്ലെന്ന് പറഞ്ഞ് പപ്പി പരാതി കൊടുത്തിരിക്കുക. എത്രയും പെട്ടെന്ന് ചെന്ന് അവളെ കൂട്ടിക്കൊണ്ടുവരാൻ. വിഷ്ണു, പെട്ടെന്ന് റെഡിയാവ്, നമുക്ക് അവിടം വരെ ഒന്ന് പോണം. ആ കുട്ടി ഇതെന്ത് ഭാവിച്ച? എന്തോ കരുതിക്കൂട്ടി ഇറങ്ങി പുറപ്പെട്ടതാണല്ലോ. അച്ഛനെന്തായി പറഞ്ഞു വരുന്നേ? അല്ലടാ, ശാലിനിയെ കുറിച്ച് അന്വേഷിക്കാൻ ഇവിടുന്ന് മറ്റൊരാൾ തയ്യാറാവുന്നു പറഞ്ഞാ അതിന് വലിയൊരു അർത്ഥമുണ്ട്. നിനക്കത് വഴിയെ മനസ്സിലാവും. ചെല്ല്, പോവാൻ തയ്യാറാവും. പപ്പി അങ്കിൾ പ്ലീസ് ആ പടം ഒന്ന് കാണിക്കോ? പ്ലീസ് അങ്കിൾ ഒന്ന് കാണിക്കങ്കിൾ. എന്താ പറഞ്ഞത്? കേട്ടില്ല. അങ്കിൾ പ്ലീസ് ആ പടം ഒന്ന് കാണിച്ചു തരുമോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.